ഇടുക്കി വണ്ടൻമേട്ടിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ പരിശീലന കേന്ദ്രത്തിനായി നിർമ്മിച്ച ഇരുനില കെട്ടിടം അധികൃതരുടെ അവഗണനയിൽ 30,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിൽ കാട് കയറി നാശത്തിന്റെ വക്കിലാണ്. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താത്തത് മൂലം കോൺക്രീറ്റ് ഭാഗങ്ങൾ അടർന്നു വീഴാറായ അവസ്ഥയിലുമാണ്. ഇങ്ങനെയൊരു കെട്ടിടം ഇടുക്കി ജില്ലയിലുണ്ട് എന്ന കാര്യം ആരോഗ്യവകുപ്പ് തന്നെ മറന്ന മട്ടാണ്. അധികൃതരുടെ അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രം സംരക്ഷിക്കപ്പെടാതെ പോയ പൊതുമുതൽ 1990-ൽ ഇന്ത്യ പോപ്പുലേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 30,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ വമ്പൻ കെട്ടിടം പണിതുയർത്തിയത്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ പരിശീലന കേന്ദ്രമായി തുടക്കം കുറിച്ചെങ്കിലും ഒരൊറ്റ ബാച്ചിന് മാത്രമാണ് ഇവിടെ പരിശീലനം നൽകിയത്. പിന്നീട് ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടം ഏതാനും വർഷം ജില്ലാ TB സെന്ററായും പ്രവർത്തിച്ചു. 2006-ൽ TB സെന്റർ ജില്ലാ ആസ്ഥാനമായ പൈനാവിലേക്ക് മാറ്റിയതോടെ ഈ കെട്ടിടം ആരോഗ്യവകുപ്പ് പൂർണ്ണമായും ഉപേക്ഷിച്ചു. കഴിഞ്ഞ 20 വർഷത്തിനിടെ കെട്ടിടം തുറന്നത് കോവിഡ് സെന്റർ പ്രവർത്തിപ്പിക്കാൻ മാത്രം. നിലവിൽ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും തകർന്ന അവസ്ഥയിലാണ്. 100% അതല്ലേ പിന്നെ അങ്ങനെ പറയുന്നത്. കോടികൾ മുടക്കുന്നുകൊണ്ട് ഇത് ഈ ഒരു കെട്ടിടം നശിച്ചു പോകുന്നതിനുപരി അതിന്റെ പുറത്ത് വീണ്ടും കോടികൾ മുടക്കുന്നു. എന്തിനാന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. ഒരു മനുഷ്യർക്ക് ഉപകാരമില്ല. ഇവിടെ തുറക്കാറുമില്ല ഈ പ്രസ്ഥാനം. അതിന്റെ തടിമതി തന്നെയാണ്. അതിനൊരു മാറ്റം ഉണ്ടാകണം. മാറ്റം ഉണ്ടായേ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ നികുതി പണം ഉപയോഗിച്ചാണ് ഇത് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അതിങ്ങനെ കാട് കയറി നശിച്ച് കിടക്കുന്നത് നിങ്ങൾ കണ്ടതല്ലേ. ഇവിടുത്തെ അവസ്ഥ കണ്ടാണ്. അതിനൊരു മാറ്റം ഉണ്ടാകണം. ഞാൻ മന്ത്രിതലത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അത് MLA കവറിംഗ് ലെറ്ററോട് കൂടി വീണ്ടും നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കെട്ടിടത്തിന്റെ തകർച്ച ഒഴിവാക്കാൻ അടിയന്തരമായി ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് DMO ആരോഗ്യവകുപ്പിന് കത്ത് നൽകിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴും ഫയലുകൾ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിനടുത്തുള്ള ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. 15 ലക്ഷം രൂപ മുടക്കി അടുത്തിടെ അറ്റകുറ്റപ്പണി നടത്തിയ ജനകീയാരോഗ്യ കേന്ദ്രം നിലവിൽ തുറന്ന് പ്രവർത്തിക്കാറേയില്ല. ലക്ഷങ്ങൾ മുടക്കി കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും നവീകരിക്കുകയും ചെയ്യുമ്പോൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ആരോഗ്യവകുപ്പ് പൂർണ്ണമായ നിസ്സംഗതയിലാണ്. വണ്ടൻമേട്ടിലെ ഈ വലിയ കെട്ടിടം മറ്റേതെങ്കിലും സർക്കാർ ഓഫീസുകൾക്കായി വിട്ടു നൽകാനെങ്കിലും ആരോഗ്യവകുപ്പ് തയ്യാറാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ജനം, ഇടുക്കി.